പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. കിട്ടി നോക്കാം. പൂവിൻ്റെ പൊന്നെന്തിനാ കണ്ട് ഫ്രണ്ട്സ്, നമ്മളിത് ഇന്ന് വാഴിച്ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് രാത്രിയിൽ മീൻ വെട്ടാൻ വന്ന ഏരിയയാണ്. അപ്പോൾ നമ്മളിതൊരു കമ്പെടുത്തിട്ടുണ്ട്, ചൂണ്ട വെച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം തുടങ്ങി. അപ്പോൾ അവിടെ ഒരു മീനിരിപ്പുണ്ട്, മണ്ണിൽ കൊടുത്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് നോക്കാം. അവിടെ ഒരു മീനിരിപ്പുണ്ട്, കിട്ടുമോ നോക്കാം. ഇവിടെ ഒരു വാഴിയിലാണ് ഇരിക്കുന്നത്, നോക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മളിത് ആ ചൂണ്ട അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ച് വച്ചിരിക്കുന്നു തോന്നുന്നു, കാരണം വള്ളി അങ്ങ് എടുത്ത് അങ്ങ് പോയേക്ക് തന്നെ. എന്തായാലും നമുക്ക് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, എന്നിട്ട് വലിക്കുക. അത്യാവശ്യം ബലം പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. കിട്ടി മക്കളെ, കിട്ടി. അടിപൊളി സാധനം. ഇറങ്ങി വാ. കിട്ടി മക്കളെ. ഓയ്, അടിപൊളി സാധനം. നമുക്ക് ഇത്രയും ഈ തോട്ടിൽ നിന്ന് കിട്ടിയാൽ ഏറ്റവും വലിയ സാധനം കേട്ടോ. അതേപോലെ നമ്മൾ ആറ്റിൽ നിന്ന് പിടിച്ചിട്ടില്ലേ, അതിനേക്കാട്ടിലും വലിയ സാധനമാണ്. അടുത്തിട്ടൊന്ന് നമ്മളെ പിടിച്ചതിൽ ഏറ്റവും വലിയ ആറിൽ ഓടല്ലേ കിട്ടിയ മീൻ ഇത്തിരി പണിപ്പെട്ടിട്ടാണ് എൻ്റെ ചൂണ്ടയൊക്കെ ഇളക്കി എടുത്തത് കേട്ടോ. കാരണം വിഴുങ്ങി അങ്ങ് അണ്ണാക്കി ഇറക്കിയപ്പോൾ എന്നെ കീറി പറക്കി എടുത്തൊക്കെയാണ് എടുത്തത്. എന്താ ലാസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് അടുത്ത് കൊരുപ്പിട്ട് നോക്കാമല്ലോ, കിട്ടുമെന്ന്. മണ്ണിലേക്ക് അത് ഇറങ്ങി ഓടണം ഇല്ല, നോക്കട്ടെ. അപ്പോൾ അതായത് നമ്മൾ അടുത്ത മണ്ണിരനെ കൊരുത്തെടുത്തിട്ടുണ്ട്. അല്പം തുമ്പിട്ടാണ് കൊരുത്തത്, അതാകുമ്പോൾ അവന്മാർ ഈസി ആയിട്ട് അങ്ങ് വിഴുങ്ങും. ഈ കമ്പിൽ കൊരുത്ത് നമുക്ക് അടുത്തിടാം. ഒരാളെ ഉള്ള വീഡിയോ എടുക്കാനും മീൻ പിടിക്കാനും, അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറവായിരിക്കും. ഈ വാഴിച്ചുകൊണ്ടിടാൻ നേരത്ത് ഓരോരോ വാഴികളായിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട് നോക്കി പോകും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ടപ്പന തന്നെ അടിക്കും. നമ്മളപ്പോൾ ലൂസാക്കി അങ്ങ് വിട്ടു കൊടുക്കും. അധിക നേരമൊന്നും ഒരു വാഴിയിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ചിലപ്പോൾ വലുതുണ്ടായിരുന്നാലും ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ചൊന്നും വരില്ല. എന്നാലും അധികം നേരം നമ്മളിപ്പോൾ ഒരു വാഴിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അകത്തോട്ട് തള്ളി നീക്കുക. ചെളിയാണെങ്കിലൊക്കെ അറിയാൻ പറ്റും, കാരണം കമ്പിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പൂവിൻ്റെ പൊന്നെന്തിനാ കണ്ട് ഞണ്ടിനെ വേണ്ട കൂടാ കിടക്കുന്നുണ്ട ഞണ്ട് കാണാമോ? അത് പോയി ഓടറ ഞണ്ടെ, ഇതൊക്കെ ഞാൻ തരൂല. കാരണം നീ ഇച്ചിച്ച് ഇതിൻ്റെ ദേഹത്തൊരു വരയുണ്ട്. തൽക്കാലം പിടിക്കാനൊന്നും വയ്യ. ഇപ്പം കയറി പോയില്ല. എടാ കയറി പോടാ, നിന്നെ എനിക്ക് വേണ്ടെന്ന്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തി. ഇവിടുത്തെ വഴികളിലൊന്നും കാണാനില്ല. വലിയ വഴികളി തന്നെ, പക്ഷെ ചിലപ്പോൾ കാണുമായിരിക്കും പിടിക്കാത്തതായിരിക്കും. ഇവന്മാർ ഒതുങ്ങിക്കളയും കമ്പ് വരുമ്പോഴത്തേക്ക്. വിശപ്പൊന്നും ഇല്ലെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ ടപ്പനങ്ങ് പിടിക്കും, ഒന്നും നോക്കൂല. എന്തായാലും നോക്കി മുകളിലോട്ട് പോവാം. അവിടുത്തെ ഈ കല്ല് കെട്ടൽ വല്ലതും കാണും. ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചു. ഒരു മീനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്. എല്ലാം അങ്ങോട്ടൊക്കെ പോയി, മറ്റു വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ മീനിനെ കാണിച്ചു തരാം. നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ്. എന്തായാലും ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ മീൻ തന്നെയെന്നാണ് തോന്നുന്നത്. ഏകദേശം 2 വരലിനകത്ത് കൂടുതലോളം ഉണ്ട്. ഏകദേശം ഉണ്ട്. അത് ചൂണ്ട അങ്ങ് വിഴുങ്ങി കളഞ്ഞ് കുടലിൻ്റെ ഇങ്ങ് വരെ എത്തിയായിരുന്നു. അങ്ങനെ അതിനെ കീറിയാണ് എടുത്തത്. ആപ്പാടെ ഒരു ചൂണ്ട കൊണ്ടുവന്നോളും, അതുകൊണ്ടാണ് പിന്നെ കീറി എടുത്തത്. പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല. എന്തായാലും നല്ലൊരു വലിയൊരു മീനെ തന്നെ നമുക്ക് ഒരു നേരത്തേക്ക് പൊരിക്കാനുള്ളതുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഡ്രോയിങ് ചാനലാണ്. ഫിഷിങ്ങിനോട് ക്രൈസ് ഉള്ളത് കൊണ്ടാണ് ഫിഷിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.